ഗുഡ് മോർണിംഗ് അല്ല, ഇപ്പം ഏകദേശം ഗുഡ് ആഫ്റ്റർനൂൺ ആയിട്ടുണ്ട്. സമയം എത്രയാണ്? 12:10. ദൈവമേ, ചോറ് ജസ്റ്റ് വെച്ചിട്ടുള്ളൂ കേട്ടോ, വേറെ ഒന്നും ആയിട്ടില്ല. എന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ നാട്ടിലെന്താ പറയുക, ബേക്കറി ഐറ്റംസ് ഒക്കെ കുറച്ച് മിഥുനും എടുത്ത് വെച്ച് ബാക്കി നമ്മൾ ടീ പാർട്ടി നടത്തി തീർത്തു ഫ്രണ്ട്സിൻ്റെ കൂടെ. പിന്നെ കുറച്ച് നാരങ്ങ മിഠായി, കടല മിഠായി, ഇതൊക്കെ പോയി കഴിയാറായി, അധികമൊന്നുമില്ല, കുറച്ചും കൂടിയല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഇടിച്ചക്ക വെച്ചിട്ട്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇടിച്ചക്ക വെച്ച് ഇടിച്ചക്ക തോരനും പിന്നെ പഴം കൊണ്ടുവന്നിട്ട് അതിങ്ങനെ നല്ലോണം അങ്ങനെ പഴുത്തതായിട്ടുണ്ട്. അപ്പം പഴം പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ ഒരു ഫിഷ് ഫ്രൈയും കൂടെ ഇല്ലാതല്ലേ, എങ്ങനെയാണ് വീക്കെൻഡ് അല്ലേ, അപ്പോൾ ഫിഷ് ഫ്രൈയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് നല്ല റാണി കിട്ടിയിട്ടുണ്ട്. സോ റാണി നേരെയാക്കിയിട്ടില്ല, റാണി നേരെയാക്കിയിട്ട് വേണം അതും കൂടെ വെക്കാൻ. ഇന്നൊരു തനി നാടൻ ഇലയുടെ കുറവും കൂടി ഉണ്ടായിരുന്നു അല്ലേ. ഈ വറുത്തരച്ച ഇടിച്ചക്ക സാമ്പാർ എത്ര പേര് വെക്കും? എനിക്ക് തോന്നുന്നു നമ്മുടെ ഏരിയയിലാണ് അധികം അല്ലേ, ആ ഒരു എന്താ പറയുക, പാലക്കാട്, മലപ്പുറം, ആ ഒരു വള്ളുവനാട് ഏരിയയിലാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ സാമ്പാർ അടിപൊളിയാണ്. ഇഡ്ഡലിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ ഇടിച്ചക്ക വറുത്തരച്ച സാമ്പാർ പ്ലസ് ഇത് നമ്മുടെ നല്ല തോരൻ. പോവാ? യെസ്, കഴിഞ്ഞാ? അടുത്ത പണിയുണ്ട്. ഇടിച്ചക്ക തിരക്കി തരുമോ? ഇടിച്ചക്ക തോരനും കൂടെ നമുക്കിന്ന് ഉണ്ടാക്കാം. അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ പറ്റിച്ചൊന്ന് കാണിക്കാം. ഇടിച്ചക്ക തോരൻ. അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒഴിവാക്കാൻ പറ്റാത്തതാണ് ഫിഷ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫിഷ് അല്ല കേട്ടോ, പക്ഷേ എനിക്ക് എന്തോ ഇങ്ങനത്തെ നാടൻ ഡിഷുകളുടെ കൂടെ ഫിഷ്, അല്ലെങ്കിൽ വീക്കെൻഡ്സിൽ എനിക്ക് ഫിഷ് ഭയങ്കര നിർബന്ധമാണ്. പണ്ടൊക്കെ ചിക്കനായിരുന്നു കൂടുതലിഷ്ടം. ഇപ്പം പിന്നെ ചിക്കൻ അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ, കഴിക്കണം എന്ന് പോലും ഇല്ല ശരിക്കും. പക്ഷെ ഫിഷ്, അതും ഈ പറഞ്ഞ പോലെ 2 days കൂടുമ്പോൾ ഫിഷ് കഴിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ഇത് റാണി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കിളിമീൻ എന്ന് പറയുന്ന ഫിഷ് നമ്മുടെ നാട്ടിൽ ഇതില്ല. ഇതിൻ്റെ വേറൊരു വേർഷൻ പുതിയപ്പിളക്കോരയുള്ളത്. പക്ഷേ ഫിഷ് അടിപൊളി ടേസ്റ്റ് കേട്ടോ. വറക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് എന്ന് തോന്നുന്നു. അപ്പോൾ അതവിടെ പുരട്ടി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇടിച്ചക്ക ഞാൻ 2 എണ്ണം കൊടുത്തു കേട്ടോ, കാരണം കുറേ കേടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നീക്കി വന്നപ്പോൾ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇടിച്ചക്ക സാമ്പാറിനുള്ള ഇടിച്ചക്ക ഇല്ല, രണ്ടും കൂടെ ഉപ്പേരി വെക്കാമെന്നുള്ളത്. രണ്ടിലെയും കുറേ കേടൊക്കെ മാറ്റി എടുത്തപ്പോഴേക്കും വളരെ കുറച്ചായി പോയി. അപ്പം ഇന്ന് സാമ്പാറിന് പകരം നമുക്ക് ഫുള്ളായിട്ട് ഇടിച്ചക്ക ഉപ്പേരി ഉണ്ടാക്കാം. ഉപ്പേരി സൂപ്പർ ടേസ്റ്റ് അല്ലേ? ഹായ്. ഇടിച്ചക്ക ഉപ്പേരി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഡീറ്റെയിൽ റെസിപ്പി പിന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് സ്വപ്നാസ് ഫുഡ് വേൾഡിൽ കേട്ടോ. നമ്മുടെ ആദ്യത്തെ ചാനൽ ആരും മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ പറ്റാവുന്ന ദിവസമൊക്കെ അതിൽ ഷോർട്സ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും അത് കാണാനില്ല, നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ ചാനലിൽ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നാണ് എല്ലാവരും പരാതി. അപ്പോൾ അതിൽ ഞാൻ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ റെസിപ്പീസൊക്കെ പറ്റാവുന്ന പോലെ, ഇപ്പോൾ കുറേ നല്ല റെസിപ്പീസൊക്കെ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് 1 മിനിറ്റിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് റെസിപ്പി കാണണം, ഈ ഫുൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ സ്വപ്നാസ് ഫുഡ് വേൾഡ് പോയിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യൂ. അതല്ലാന്നുണ്ടെങ്കിൽ അതിൽ പോയിട്ട് നല്ല നല്ല റെസിപ്പീസ്, ഓൺലി ഷോർട്സ്, ലോങ് വീഡിയോസ് ഒന്നുമില്ല കേട്ടോ, വെറും ഷോർട്സ് മാത്രമാണ്. എല്ലാ ചാനലും കൂടി കൊണ്ടുപോകാൻ നമുക്ക് അറിയാമല്ലോ, ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതും ഉണ്ടാക്കിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഞാൻ പഴം പുളിശ്ശേരിയാണ് ഉണ്ടാക്കിയത്, എൻ്റെ എപ്പോഴത്തെ ഫേവറേറ്റ്. ഇത് ഞാൻ ഇവിടെ തന്നെ കാണിച്ചിട്ട് ഇതും ഞാൻ ഷോർട്സ് ഇടും. 1 മിനിറ്റിന് താഴെയുള്ള ഷോർട്സ് ഞാൻ ഫുഡ് വേൾഡ് അതിൻ്റെയും എന്തായാലും ഇടുന്നതായിരിക്കും കേട്ടോ. സോ നമ്മുടെ ഇന്നത്തെ ലഞ്ച് റെഡി. ചോറ്, നല്ല പുളിശ്ശേരി, നേന്ത്രപ്പഴ പുളിശ്ശേരി, റാണി ഫിഷ്, ഇടിച്ചക്കത്തോരൻ, പിന്നെന്താ കടുമാങ്ങ അച്ചാറ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കടുമാങ്ങ. ഇനി ഇതെല്ലാം കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിക്കുക, അത്ര തന്നെ. എന്തൊരു ടേസ്റ്റുള്ള സംഭവമല്ലേ പുളിശ്ശേരി. അതേപോലെ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അതത്ര ഒരു വാടിയ പോലത്തെ ഒരു മാങ്ങ, അങ്ങനെ ആവുന്ന ടൈമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ മാത്രം അങ്ങോട്ട് ആയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാത്തത്. അപ്പോൾ ബാക്കിയുള്ളതാ നല്ല നാടൻ ഡിഷ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ രാവിലെ വൈകിട്ട് ജിമ്മിൽ പോയിട്ട് കാര്യമുണ്ടോ, ഫുഡ് അത്യാവശ്യം കൺട്രോൾ ചെയ്യേണ്ടത്. സാറ്റർഡേ സൺഡേ എൻ്റെ ഫുഡ് എങ്ങനെയാണ്, എനിക്ക് നല്ല നാടൻ ഫുഡ് വേണം. അപ്പോൾ നമ്മുടെ ലഞ്ചൊക്കെ കഴിഞ്ഞു. ഇന്ന് ഈവനിങ്ങിൽ നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്. അതിൻ്റെ ഈ ഒരു വീഡിയോ വരുമ്പോഴേക്കും ചിലപ്പോൾ അതിൻ്റെ ഷോർട്സും സംഭവങ്ങളൊക്കെ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. വേറെ ഒന്നല്ല, ഇന്ന് വുമൻസ് ഡേ സ്പെഷ്യലായിട്ടുള്ള ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താ പറയുക, ഒരു ചെറിയ ഇൻവിറ്റേഷനും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഷോർട്സിൽ ഓൾറെഡി ഇതൊക്കെ ഷോർട്സ് വേഗം ഇത് കുറച്ച് ലേറ്റ് ആവും. ഞാൻ ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് ഇടാൻ എനിക്ക് തോന്നുന്നു, കാരണം വേറെ 1-2 കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് അതിൻ്റെ ഇടയിൽ ഒരു ബിസി കാര്യങ്ങളൊക്കെ വരുന്ന കാരണം. അപ്പോൾ ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും അതിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചു. ഒരു പാനൽ ഡിസ്കഷന് അവർ വിളിച്ച് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇനിയിപ്പോൾ റെഡി ആവാൻ പോവാണ്. അപ്പോൾ റെഡി ആവാൻ വേണ്ടി ഏതൊക്കെ ഡ്രസ്സ് ഇടണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുള്ള ഡിസ്കഷനിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളും കൂടെ കാണിച്ചു തരാം. എല്ലാ ഡ്രസ്സും ആമസോണിൽ നിന്നാണ്. എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ഡ്രസ്സ് ഇടണോ ഏത് ഡ്രസ്സ് ഇടണം എന്ന കൺഫ്യൂഷനിലാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് വന്ന ഒരു ബ്യൂട്ടിഫുൾ കോട്ടൺ ഡ്രസ്സാണ്. ഈ ഡ്രസ്സ് ഇടണം എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ എന്താ ചെയ്തതിന് ഷോളില്ല.
വെറും കുർത്ത ഒരു കോട്ട് സെറ്റ് എന്ന് പറയും. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ അടിപൊളി കളറാണ്, നല്ല കോട്ടനാണ്. സമ്മറല്ലേ, ഓൾറെഡി ഇവിടെ നല്ല ചൂട് തുടങ്ങി. ചൂട് പറഞ്ഞാൽ പൊരിഞ്ഞ ചൂട്, നാട്ടിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നല്ല ചൂടായതുകൊണ്ട് സമ്മറിൽ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. സ്ലിറ്റും പോക്കറ്റും ഉണ്ട്, 2 പോക്കറ്റ് ഉണ്ട്. പിന്നെ കോട്ട് സെറ്റാണ്, നല്ല ക്ലാസ്സി ലുക്കാണ്. ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇടാൻ പറ്റുന്നതാണ് ഫസ്റ്റ് വൺ. അപ്പോൾ ഇതിന് ഷോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്താ വേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. സെക്കൻഡ് വൺ, കുറേ കാലമായിട്ട് വിചാരിക്കുന്ന ക്രോക്സ് അങ്ങോട്ട് വാങ്ങിച്ചു ഓൺലൈനിൽ. ഇതെന്താ പറയുക, സെയിൽ നടക്കല്ലേ, ഇപ്പോൾ ആമസോണിൻ്റെ സെയിൽ നടക്കുന്ന കാരണം നല്ല ലാഭത്തിൽ എനിക്ക് കിട്ടി. എനിക്ക് തോന്നുന്നു ഒരു 2000 റേഞ്ചിൽ എനിക്ക് കിട്ടി. കാരണം ക്രോക്സിൻ്റെ വില എല്ലാവർക്കും അറിയാം, 5000+ ആണ് ക്രോക്സിൻ്റെ വില. അപ്പോൾ വല്ലപ്പോഴും ഇതുപോലെ ആമസോണിൽ നമുക്ക് നല്ല ലാഭത്തിൽ ഈ 2000 റേഞ്ചിലൊക്കെ കിട്ടുമ്പോൾ ഒന്നും നോക്കണ്ട, കണ്ണു മുട്ടി വാങ്ങിക്കോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ കാലമായിട്ട് എപ്പോഴും കാർട്ടിലിട്ട് വയ്ക്കും, പക്ഷെ എൻ്റെ സൈസ് കിട്ടാറില്ല. എല്ലാ പ്രാവശ്യവും ഞാനിങ്ങനെ നോക്കാറുണ്ട്, പക്ഷെ എൻ്റെ സൈസിന് കിട്ടാറില്ല. ഇതും എനിക്ക് ഞാൻ ആഗ്രഹിച്ച വൈറ്റ് കളർ എൻ്റെ സൈസിന് ഇല്ലായിരുന്നു. അപ്പോൾ പക്ഷെ ഞാൻ വെച്ചാൽ ഇനി വിടാൻ പറ്റില്ല, കാരണം 2000, 5000 അല്ല, ഇവിടെ ഷോപ്പിംഗ് മോളിൽ പോയ 6000+ ആണ് കേട്ടോ. പ്രോപ്പർ എല്ലാവരും വാങ്ങണ ക്രോക്സിൻ്റെ ആ സംഭവം എനിക്ക് വേണ്ടതുണ്ടായിരുന്നു. ഇങ്ങനത്തെ ആകുമ്പോൾ എപ്പോഴും ഇടാനും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വെച്ചു വൈറ്റ് കളർ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ബ്ലൂ ആണ് ഇഷ്ടമായത്, ബ്ലാക്ക് എനിക്ക് വേണ്ട വെച്ചു. കാരണം ഇതാണ് എൻ്റെ സൈസുകൾ. ഇപ്പം ഇനി അതിൻ്റെ സൈസസ് ഒക്കെ അവൈലബിൾ ആണോ എന്ന് പോലും എനിക്കറിയില്ല. ഈ ക്രോക്സ് ഒക്കെ വന്നാൽ മാക്സിമം ഒരു ദിവസം, അത് കഴിഞ്ഞാൽ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും. അറിയാലോ, ഒരു പ്രാവശ്യം വാങ്ങിയാൽ പിന്നെ ഒരു 10-20 കൊല്ലം നമ്മൾ എപ്പോഴാണോ നമുക്ക് വേണ്ടാതെ ഉപേക്ഷിക്കുന്നത് അങ്ങനെ അതിനെ ഉപേക്ഷിക്കാം എന്നല്ലാതെ ഇത് കേട് വന്നിട്ട് നമുക്കിതിനെ തോൽപ്പിക്കാൻ പറ്റില്ല. അങ്ങനൊരു ഇതുണ്ട് ക്രോക്സിന്. ഇത് ഞാൻ ഇട്ടിട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും മുന്നത്തെ ഷോർട്സിലൊക്കെ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അഗെയിൻ ഒരു കോട്ടൺ കുർത്തിയാണ്. വെറും കുർത്തി മാത്രമേ ഉള്ളൂ കേട്ടോ, നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. സമ്മറിലൊക്കെ ഇടാൻ പറ്റുന്നതാണ്. ആമസോണിൽ നിന്നാണ് ഞാൻ ലിങ്ക് കൊടുക്കുക. എന്തായാലും ഇത് ഞാൻ ഇട്ടിട്ട് തിരുമ്പി വെച്ചതാണ്. അതാണ് ഇതിൻ്റെ ഒരു ചുളിഞ്ഞ പോലെ. ഇനി ഇത് അയൺ ചെയ്തിട്ട് വേണം. നല്ല ഭംഗിയില്ലേ കാണാൻ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതാണ്. നല്ല ഇനി കുറച്ച് 2-3 മാസം നമ്മളെപ്പോഴും കോട്ടൺ യൂസ് ചെയ്യായിരിക്കും ബുദ്ധി. കാരണം മറ്റേത് നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. പോളിസ്റ്റർ തുണി ഇട്ടാൽ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റില്ല. കോട്ടൺ ആകുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവും. ഇത് പ്യുവർ കോട്ടൺ അല്ല, ഇതൊരു കോട്ടൺ മിക്സ് ആണ് കേട്ടോ. ഇത് ഞാൻ പ്യുവർ കോട്ടൺ ആവുമെന്ന് വിചാരിച്ചു, പക്ഷേ കുഴപ്പമില്ല, നല്ല മെറ്റീരിയലാണ്. ഒരു ദുപ്പട്ട, പാൻറ്റ്, ടോപ്പ്, അങ്ങനെ 3ഉം കൂടെ വരുന്നതാണ്. ഡ്രസ്സിലെ ബ്ലാക്ക് വളരെ സിമ്പിളാണ്. നമുക്കൊരു ഓഫീസ് വെയർ, കോളേജ് ടീച്ചേഴ്സിനൊക്കെ ഇടാൻ ഡെയിലി വെയറിന് പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഇവിടെ ഒരു ചെറിയൊരു വർക്ക്, നെക്കിൻ്റെ അവിടെ ഒരു ചെറിയ വർക്ക് വരുന്നുണ്ട്. ഒരു ഷോളും ഉണ്ട്. അതുപോലെ ഒരു സിമ്പിൾ പാൻറ്റിൻ്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു ഇലാസ്റ്റിക് അല്ല ആക്ച്വലി, അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ആകെ വാങ്ങിയിട്ടുള്ളൂ. ഇനി വാങ്ങിയതൊക്കെ 1-2 വരാൻ പോകണുള്ളൂ, അത് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ സമ്മറിന് പറ്റിയതാണ്. ഞാൻ പറഞ്ഞ പോലെ എല്ലാതും ആമസോണിൽ നിന്നാണ്. എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ക്രോക്സ് എന്തായാലും നോക്കി വെച്ചവരാണെങ്കിൽ വാങ്ങിച്ചോളൂ. ഇനി റേറ്റ് കിട്ടില്ല. ഈ റേറ്റിന് ഇപ്പം തന്നെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം ഇനിയിപ്പം ഞാനൊക്കെ ഒന്ന് നോക്കി എന്താണ് വേണ്ടത് എന്നൊക്കെ നോക്കിയിട്ട് ഡ്രസ്സൊക്കെ തീരുമാനിച്ച് സാരി ഉടുക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഈ ചൂടത്ത് സാരി ഉടുക്കണോ ഉടുക്കണ്ടേ ഒന്നും അറിയില്ല, ആകെ കൺഫ്യൂഷനിലാണ്. അപ്പം ഞാനൊന്ന് പോട്ടെ, അതൊക്കെ ഒന്ന് നോക്കട്ടെ, റെഡി ആക്കട്ടെ, എന്നിട്ട് വേണം നമുക്ക് പോകാൻ. ഫൈനലി ഞാൻ ഈ ഒരു ചുരിദാറാണ് ഇട്ടിട്ടോ. ഇതിൻ്റെ ഫേവറേറ്റ് ചുരിദാറാണ്. ഇപ്പം എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. അതായത് എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു ചുരിദാറാണെങ്കിൽ അതിങ്ങനെ നശിച്ച് പോകണവരെ ഞാൻ എവിടെ പോകുമ്പോഴും അതിടും. അതാണ് മിക്കവാറും എല്ലാ വ്ളോഗ്സിലും നിങ്ങളിപ്പോൾ ഇതാണ് കാണുന്നത്. ഇതൊരു ക്ലാസി ആയിട്ടുള്ളതാണ്. സാരി ഉടുക്കാൻ രമേശേട്ടനും മെത്തുകുട്ടി കുറേ പറഞ്ഞു കേട്ടോ. പക്ഷേ എനിക്ക് ചൂട് ഇപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല, അത്ര ചൂട്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് സാരി ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത പോലെ ഫീൽ ചെയ്യും കേട്ടോ. അതെന്താ പണ്ട് മുതലേ അങ്ങനെയാണ്. സാരി ഉടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര വണ്ണം. അതെല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നോർമൽ ചുരിദാർ ഇടുമ്പോൾ നല്ല സ്ലിമ്മാന്ന് പറഞ്ഞാലും സാരി ഉടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര വണ്ണം തോന്നും. അതെൻ്റെ കയ്യിന് ഭയങ്കര വണ്ണമുള്ളതുകൊണ്ട് ബ്ലൗസ് ഇടുമ്പോഴാണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്കത് സാരി ഉടുക്കാൻ ഒട്ടും ഇഷ്ടമാണെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ഫീല് വരും കേട്ടോ. അങ്ങനെ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എല്ലാവരും സാരി ആയിരുന്നു. ലക്ക് ഒരു ഫാക്ടറാണ് ഇതിന്. ലക്കിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഹാർഡ് വർക്ക് ഒരു ഫാക്ടർ ആണെങ്കിൽ കൂടെ ചിലവർക്കത് 5 മാസത്തിൽ കിട്ടും, ചിലവർക്കത് വർഷത്തിലാവും, ചിലവർക്കത് 2 വർഷം, ചിലവർക്ക് 5 വർഷം. എത്ര വർഷം എടുക്കും എന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. സോ അത്രയും പേഷ്യൻസ് വേണം. ഇത് വ്യൂസ് ഉണ്ടാവാം, അപ്സ് ആവാം, ഡൗൺ ആവാം. പിന്നെ ഒരു സാധാരണ ഒരു ജോലിക്ക് ഇപ്പോൾ ഒരാഴ്ച ലീവ് എടുത്താലും സാലറി കിട്ടുന്ന ജോബാണ് ഇത്. ഒരു ദിവസം നമ്മൾ ഇട്ടില്ലെങ്കിൽ ആ പൈസ നമ്മുടെ കട്ടാണ്. അതേപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ ഉണ്ടാക്കുകയും ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് അതിനെ എടുക്കാം. അത് നെഗറ്റീവായിട്ട് കൊടുക്കാം, പോസിറ്റീവായിട്ട് കൊടുക്കാം. നമ്മൾ ചെയ്യുന്ന പണിക്ക് അനുസരിച്ചിട്ടാണ് നമ്മുടെ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാം. പിന്നെ അതിന്റെ പല തരത്തിലേക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റും. പണ്ടാണെങ്കിൽ വെറും കുക്കിംഗ് മാത്രമായിരുന്നു. ഇപ്പൊ ലൈഫ് സ്റ്റൈൽ ഉണ്ട്, ബ്യൂട്ടി ഉണ്ട്. അതുപോലെ ഇപ്പൊ വെറും നമുക്ക് ഇങ്ങനെ
ബിസിനസ് പോലെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സോഷ്യൽ മീഡിയ, ഇപ്പോൾ യൂട്യൂബ് മാത്രമല്ല സോഷ്യൽ മീഡിയ, ഇൻസ്റ്റ, ഫേസ്ബുക്ക് ഒക്കെ ഉണ്ട്. ഇൻസ്റ്റയിലൊക്കെ നമുക്ക് അതിനെ പറഞ്ഞ പോലെ നമുക്ക് ജസ്റ്റ് ഒരു പേജ് തുടങ്ങി. ഇപ്പോൾ ഓൺലൈൻ ക്ലോത്തിങ് ഒക്കെ ആരോ ഉണ്ടെന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് നമുക്കൊരു പേജ് തുടങ്ങി നമ്മളത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരും ആരുടെയും പുറകെ പോലും വേണ്ട. നമുക്ക് അതിൽ സ്കിൽ ഉണ്ടെങ്കിൽ, നമുക്ക് അതിൽ ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു കഴിവുണ്ടെങ്കിൽ നമുക്ക് ആരോടും ചോദിക്കാൻ, എനിക്ക് തോന്നുന്നു ഒരു ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ അല്ലെ, ഒരു യൂട്യൂബില് ഒരു ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും എടുത്ത് ആൾക്കാരെ അപ്രീഷിയേഷൻ കിട്ടാൻ നമ്മൾ ആരെയും കാര്യം പിടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇന്നത്തെ കാലത്ത് നമുക്ക് കഴിവുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആൾക്കാരത് നമ്മളെ വാച്ച് ചെയ്തിരിക്കും. അതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആണ് ആക്ച്വലി. അത് യൂട്യൂബിന് നെഗറ്റീവ് എല്ലാവരും പറയുമ്പോഴാലും ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആളുകൾക്ക് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് താങ്ക് യു. ഇതിനുശേഷം ഇൻട്രാക്റ്റീവ് സെഷൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് യൂട്യൂബുമായിട്ടുള്ള ഡൗട്ടും കാര്യങ്ങളും, അതിന് ശേഷം പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഡൗട്ടും കാര്യങ്ങളൊന്നും ഞാൻ മറുപടി പറയുന്നതൊന്നും വീഡിയോ എടുക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. രമേശേട്ടനും മിത്തൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് അതൊന്നും വീഡിയോയിൽ വന്നില്ല എന്നുള്ള ചെറിയൊരു സങ്കടം എനിക്കുണ്ട്. പക്ഷേ കുഴപ്പമില്ല. അവിടെ വേറെയും കുറേ ഓൺടർപ്രണേഴ്സ് ഇതായി. ഇവരുടെ ഒരു ഷോർട്ട് ഫിലിമിന് ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ്, കേരള സ്റ്റേറ്റ് അവാർഡ് ഒരു 5-6 എണ്ണം കിട്ടിയിട്ടുണ്ട്. F4 ഫ്രീഡം കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ, അടിപൊളിയാണ്. പിന്നെ ആതിരയുടെ അടിപൊളി കേക്കും ഉണ്ടായിരുന്നു. മാജിക് ബേക്സ് ബൈ ആതിര എന്നാണ് കേട്ടോ ഇൻസ്റ്റാ പേജ്. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതേ ഞാൻ ഇവിടെ എത്തി. കുറച്ച് നേരം ഇന്ത്യയുടെ അപ്പോഴേക്കും ഫൈനൽസിൻ്റെ അവസാന ഘട്ടത്തിലായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഇവിടെ ഗംഭീര പടക്കം പൊട്ടലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്തപ്പോൾ സമയം ഒരുപാടായിട്ട്. അപ്പോൾ ഞാൻ മേലൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി. ഇനി കിടക്കാൻ പോട്ടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഭയങ്കര അടിപൊളിയായി. ഭയങ്കര സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഫൈനൽസ്, നമ്മളിപ്രാവശ്യത്തെ വേൾഡ് കപ്പ്, അത് ഒന്ന്. ഞാനും അതിലാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അയ്യോ എത്ര റൺസായി, എന്തായി, കളി എന്തായി എന്നുള്ളത് അവിടെ ഫുള്ള് ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ വിമൻസ് ഡേയുടെ നമ്മളെ ഒരു പാനൽ ഡിസ്കഷന് വിളിക്കുക, ഇങ്ങനത്തെ ഒരു അംഗീകാരം തരിക, ഇങ്ങനത്തെ ഒരു അവസരം തരിക എന്നൊക്കെ ഉള്ളത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ആക്ച്വലി നമ്മൾ ഇത്രയും വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്. ഇതിന് മുന്നേ നമുക്ക് ഇങ്ങനത്തെ പാനൽ ഡിസ്കഷനല്ല, ഇങ്ങനത്തെ 1-2 ഓപ്പർച്യൂണിറ്റീസൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മുടെ ജോലിയുടെ ഭാഗം, നമ്മളിങ്ങനെ നമുക്ക് പിന്നെയും ജോലി എടുക്കാനുള്ളൊരു മോട്ടിവേഷനും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ വീഡിയോ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല. ഓൾമോസ്റ്റ് ഒരുപാട് പേര് യൂട്യൂബ് ചാനൽ തന്നെ നമ്മളവിടെ ഇരിക്കുന്ന ഡിസ്കഷനിൽ എല്ലാവർക്കും എന്ന് പറഞ്ഞ പോലെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അവർക്കത് എങ്ങനെ സക്സസ് ആക്കണം, എങ്ങനെ ആവണം, കുറേ ഡൗട്ട്സ്. ഞാൻ അവിടെ ഒരു 2 മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ അത്രയും ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ സമയപരിധിയും ബാക്കി എല്ലാവരുടെ കാര്യങ്ങളും കൂടെ ചോദിക്കുന്ന കാരണം നമുക്കധികം സമയം കിട്ടിയില്ല. എന്നാലും കുറേ അതൊന്നും നമ്മൾ വീഡിയോ എടുത്തരാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അപ്പോൾ എനിക്ക് തോന്നി കുറേ പേര് ഇതിങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പം ഞാൻ തന്നെയാണെങ്കിലും 8 വർഷമായി ഈ പരിപാടി തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ രീതിയിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവരായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണില്ല. അവരങ്ങനെ എത്തി, ഇവരിങ്ങനെ എത്തി, അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ എന്നാലും നമ്മുടെ രീതിയിൽ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് പോകുന്നുണ്ട്. ഓരോരോ പുതിയ ഇത് വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫിനാൻഷ്യലാണെങ്കിലും ബെനിഫിറ്റ്സ് കൂടുന്നേ ഉള്ളൂ. അതിൽ നമുക്കൊരു ഇതില്ല. പക്ഷെ നമുക്ക് അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് ഇങ്ങനെ ഓരോ തരത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ചലഞ്ചുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയും ഇതുപോലെ മുന്നോട്ട് പോട്ടെ. നിങ്ങളുടെ സപ്പോർട്ടും കൂടെ വേണം. ഈവൻ ഷോർട്സ് ആണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ഷെയറും ലൈക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആക്ച്വലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരികയാകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളതിനേക്കാളും ബാക്കിയുള്ള ചാനൽസൊക്കെ നോക്കുമ്പോൾ നമുക്ക് ലൈക്സ് ഭയങ്കര കുറവാണ്. അപ്പോൾ നമ്മൾ കുറേ പേര് കാണുന്നുണ്ടെങ്കിലും ഒരു ലൈക്കോ കമൻറ്റോ ഭയങ്കര കുറവാണ്. ജസ്റ്റ് ഇങ്ങനെ കണ്ടു പോകണമെന്നുള്ള. അപ്പോൾ എനിക്കിങ്ങനെ തോന്നും അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കിട്ടിയാൽ അടിപൊളിയായിരുന്നു. ഞാൻ ആ വീഡിയോയിലും അങ്ങനെ പറയാറില്ല. അപ്പോൾ ഇനി മുതൽ ലൈക്ക് ഇടാൻ മറക്കരുത്. വീഡിയോ ഷെയർ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഉപകാരമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ പ്രോഡക്റ്റൊക്കെ കാണുമ്പോൾ പലർക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഷെയർ ചെയ്യാം. പക്ഷേ എന്നാലും ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യുമ്പോൾ ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇനി കുറേ വിശേഷങ്ങളുണ്ട് പറയാൻ, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കുറച്ച് ദിവസങ്ങളിലെ വ്ളോഗൊക്കെ എക്സൈറ്റിംഗ് ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. തൽക്കാലം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ.